തമിഴ്നാട്ടില് AIADMK നേതൃത്വത്തിലുള്ള NDA മുന്നണിക്ക് മങ്ങലേറ്റു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അണ്ണാമലൈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ്. ഇത് വാസ്തവമുള്ള കാര്യമാണോ? അത് വിശ്വസിക്കാതിരിക്കാനായിട്ടുള്ള ഒരു നിർവാഹവും കാണുന്നില്ല പ്രജിത. കാരണം ഈ ഓൾ ഈസ് നോട്ട് വെൽ വിത്ത് ദ AIADMK അലയൻസ് ഇൻ തമിഴ്നാട്. AIADMK BJP ബന്ധം അത്ര സുഗമമല്ല. അതിന് കാരണങ്ങൾ പലതുണ്ട്. അല്ല, ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം AIADMK BJPയെ പരിഗണിക്കുന്നത് തമിഴ്നാട്ടിൽ കോൺഗ്രസ്സുകാരെ DMK പരിഗണിക്കുന്നത് പോലെയാണ്. DMK ഞാൻ പലവട്ടം നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, DMK ദ്രാവിഡ മുന്നേറ്റ കഴകവും സ്റ്റാലിനും കോൺഗ്രസിനെ വെറും ഡോർമാറ്റ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 234 സീറ്റുകളാണുള്ളൂ. 243 സീറ്റുകളാണുള്ളത് തമിഴ്നാട്ടിൽ. അവിടെ DMK 198 199 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിന് അവരിത്തവണ കൊടുത്തത് 28 സീറ്റാണ്. അപ്പോൾ കോൺഗ്രസ് 45 സീറ്റുകൾ ആവശ്യപ്പെട്ടു. അപ്പോൾ DMK പറഞ്ഞ് കിട്ടിയതും കൊണ്ട് പൊക്കോ, അതല്ലെങ്കിൽ ഇതും കിട്ടൂല. മനസ്സിലായില്ല, നിങ്ങളിപ്പോൾ ഞങ്ങളുടെ കൂടെ വേണമെന്ന് നിർബന്ധമില്ല, കിട്ടിയത് 28 സീറ്റും മേടിച്ചുകൊണ്ട് പൊക്കോ, ഇതിൽ കൂടുതലൊന്നും തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, എത്രയോ വർഷം DMK എന്നും കോൺഗ്രസ് പാർട്ടി എന്നും DMKയുടെ വീട്ടിലെ ഒരു ഒബീഡിയന്റ് സെർവൻ്റ് ആയിട്ട് ആണ് കണക്കാക്കപ്പെടുന്നത്. DMK അവരെ പരിഗണിക്കുന്ന ആ രീതിയിലുള്ളൂ. നമ്മൾ പുറത്ത് കാണുന്ന രീതിയിലൊന്നും അല്ല DMK കോൺഗ്രസിനെ കണക്കാക്കുന്നത്. ഏതാണ്ട് അതേപോലെയായി ഈ AIADMK BJPനെ പരിഗണിക്കുന്നത്. കാരണം ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP. BJPക്ക് തമിഴ്നാട്ടിൽ ആവശ്യം സ്വാധീനമുണ്ട് ഇപ്പോൾ. അത് പ്രത്യേകിച്ച് അണ്ണാമലൈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി വന്നപ്പോൾ തൊട്ട് അദ്ദേഹം വളരെ ഡൈനമിക്കായ ഒരു ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഇന്ത്യൻ പോലീസ് സർവീസിലെ വളരെ നല്ല ഉദ്യോഗം രാജിവെച്ചിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നത്. ആ രാഷ്ട്രീയത്തിൽ തന്നെ നരേന്ദ്രമോദി, അമിത്ഷാ തുടങ്ങിയവരുടെ പ്രവർത്തനത്തിൽ ആകൃഷ്ടനായിട്ടാണ് അദ്ദേഹം BJPയിൽ ചേർന്നത്. പക്ഷെ അന്ന് ഈ BJPയിൽ ചേരുമ്പോഴും അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ പദവികൾക്ക് വേണ്ടിയിട്ടല്ല, നരേന്ദ്രമോദി രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അമിത്ഷാ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് വളരെയധികം എൻ്റെ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ എനിക്കും പ്രവർത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതല്ലാതെ MLA MP ഒന്നും ആവാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത് എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അദ്ദേഹം അതേ രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചത് മുഴുവനും. ഈ തമിഴ്നാട്ടില്ലാത്ത നിലപാടുകളാണ് അണ്ണാമലൈ. അത് അദ്ദേഹത്തിന് അപ്പോയിന്റ് കറപ്ഷൻ എന്ന് പറയുന്നത് കണ്ണിന് ഇരുമണിക്ക് കണ്ടുകൂടാ. യാതൊരു തരത്തിലും എന്താ പറയാ, അതിന് നേരെ കണ്ണടയ്ക്കാൻ അദ്ദേഹത്തിന് കഴിയുകയില്ല എന്ന് പറയുന്ന പോലെ. അതെ, തീർച്ചയായിട്ടും അതെ. കാരണമുണ്ട്. അദ്ദേഹം ഈ കഴിഞ്ഞ DMK ഭരണത്തിന് കീഴിൽ DMKക്കെതിരെ 5 or 6 ചാർജ് ഷീറ്റുകൾ കൊണ്ടുവന്നു. 10,000 കോടി രൂപയുടെ അഴിമതി ആരോപണങ്ങളാണ് അദ്ദേഹം ഗവർണർക്ക് കൊണ്ട് നേരിട്ട് കൊടുക്കുക ചെയ്തത്. ഗവർണർ അത് എന്ത് ചെയ്തു എന്നുള്ളത് വേറെ കാര്യം. ഇന്ന് അത് മാത്രമല്ല, തമിഴ്നാടുമായിട്ട് കുറച്ചെങ്കിലും എനിക്ക് ബന്ധമുണ്ട്. ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും, ഈ തമിഴ്നാട്ടിൽ ഇപ്പോഴത്തെ അഴിമതിയുടെ ലെവൽ, പ്രത്യേകിച്ച് സ്റ്റാലിൻ്റെ ഭരണത്തിന് കീഴിൽ ഇതിന് മുമ്പെങ്ങും കാണാത്ത രീതിയിലുള്ള അഴിമതിയാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ ഒരു ആൻറ്റി ഇൻകംബൻസി വേവ് നന്നായിട്ടുണ്ട് DMK ഭരണത്തിനെതിരെ. പക്ഷേ ഈ AIADMKയിൽ ഉള്ള നേതാക്കന്മാരാരും തന്നെ അത്ര വലിയ സത്യസന്ധന്മാരൊന്നുമല്ല. ഈ പറയുന്ന എടപ്പാടി പഴനിസ്വാമി ഉൾപ്പെടെ. എടപ്പാടി പഴനിസ്വാമി ഒരു ബൈ ഡിഫോൾട്ട് മുഖ്യമന്ത്രി ആയതാണ്. അത് പറഞ്ഞാൽ തന്നെ ഒരു കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അയാൾക്ക് അണ്ണാമലൈ ഇഷ്ടമല്ല. കാരണം അദ്ദേഹം ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്, DMKയും AIADMKയും അഴിമതിയുടെ മുഖമുദ്രകളാണ്. ഈ 2 കൂട്ടരായിട്ടും സഖ്യം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം 3% 4% വോട്ടിംഗ് മാത്രം ശക്തി ഉണ്ടായിരുന്ന BJPയെ
20% വരെ വോട്ട് മേടിച്ചു കൊടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം ഈ സംസ്ഥാനത്തുള്ള മിക്ക കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും സന്ദർശിച്ച് കുട്ടികളായിട്ട് സംസാരിച്ചു. മീൻസ് വിദ്യാർത്ഥികളായിട്ട്, ഡിഗ്രി വിദ്യാർത്ഥികളും പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് സംസാരിച്ചു. അതെ, യുവാക്കൾ നല്ലൊരു ശതമാനം അണ്ണാമലയിൽ ആകൃഷ്ടരായിട്ട് BJP-യിൽ ചേർന്നിട്ടുണ്ട്. സത്യത്തിൽ അണ്ണാമലൈ BJP സംസ്ഥാന അധ്യക്ഷനായിട്ട് തമിഴ്നാട്ടിൽ ചാർജ് എടുത്തതിന് ശേഷം BJP എന്ന് പറയുന്ന ഒരു അലയൊലി അവിടെ നിന്ന് കേൾക്കാൻ സാധിച്ചു. അപ്പോഴാണ് ജനങ്ങൾക്ക് അറിയണേ BJP എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട്, ഈ BJPക്ക് ഇത്രയും നല്ല ശക്തി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത് അണ്ണാമലൈ വന്നു കഴിഞ്ഞപ്പോഴാണ്. പക്ഷെ ഇതിനിടയിലും 1-2 റിപ്പോർട്ടുകളിലൂടെ ഞാൻ കണ്ണോടിച്ചു പോയത് ഓർക്കുകയാണ്. അണ്ണാമലൈ മോദിയും അമിത്ഷായും വിചാരിച്ച രീതിയിലേക്ക് ഉയർന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കണ്ടതായിട്ട് ഓർക്കുന്നു. ഇല്ല, അത് പത്രത്തിലുള്ള ഒരു കാരണം തമിഴ്നാട്ടിൽ ഏതെങ്കിലും പത്രങ്ങൾ BJPക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരുണ്ടോ? ഇല്ലല്ലോ. ഹിന്ദു പത്രമുണ്ട് അവിടെ. ഹിന്ദു പത്രത്തിനെ അവിടെ ഉള്ളവർ തന്നെ വിളിക്കണ പീപ്പിൾസ് ഡെയിലി ഓഫ് ചെന്നൈ, അതല്ലെങ്കിൽ ദേശാഭിമാനിയുടെ ഇംഗ്ലീഷ് എഡിഷൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അവരും ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രം പോലെയാണ്. കാരണം അതിനകത്ത് ജോലി ചെയ്യുന്നവർ സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരാണ്. ദെൻ ടൈംസ് ഓഫ് ഇന്ത്യയിലും എന്താ പറയുക, മാർക്സിസ്റ്റ് പാർട്ടിയോട് ചായവുള്ളവരാണ് എല്ലാവരും. മറ്റ് തമിഴ് പത്രങ്ങളാണ് പറയാൻ വേണ്ടത്. തമിഴ് പത്രങ്ങളിൽ ഇവർക്ക് അങ്ങാണ്ട് മേജർ ഷെയർ DMK-ക്ക് ഉണ്ട്. പത്ര പ്രസിദ്ധീകരണങ്ങളിലും ടെലിവിഷൻ ചാനലുകളിലും അവരൊക്കെ എപ്പോഴും BJPക്ക് എതിരായിട്ടുള്ള വാർത്തയെ കൊടുക്കുകയുള്ളൂ. പക്ഷെ ഇവർ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അണ്ണാമലൈക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകിയിരുന്നു. പക്ഷെ ഈ നയനാർ നാഗേന്ദ്രൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ തമിഴ്നാട് BJP പ്രസിഡന്റ്, അയാൾ DMK-യിലായിരുന്നു. DMK-യുടെ മന്ത്രിയായിരുന്നു. അയക്കെതിരെ അഴിമതി ആരോപണങ്ങളൊക്കെ ഉണ്ട്. അയക്കെന്തോ എടപ്പാടി പഴനിസ്വാമിയായിട്ട് എന്തോ ബഹളോ എന്തോ ഇത് വന്നപ്പോഴേ അയാൾ അവിടുന്ന് ഇട്ടെറിഞ്ഞ് ഇവിടെ ഓടിയൊന്ന് BJP-യിൽ കയറിയതാണ്. പക്ഷെ അയാൾ ചെയ്യുന്ന മുഴുവൻ BJPക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. BJP-യുടെ പ്രത്യയശാസ്ത്രമോ എന്താണോ അതിനൊക്കെ എതിരായിട്ടുള്ള കാര്യങ്ങളാണ് അയാൾ ചെയ്യുന്നത്. അയാൾ വന്നതോടുകൂടി BJPയുടെ കഷ്ടകാലം ആരംഭിച്ചു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തുണ്ടായിരിക്കണെന്ന് അറിയാമോ? ജയിക്കുന്ന സീറ്റുകളൊക്കെ DMK-ക്ക് കിട്ടി. അവരെടുക്കും. അവർ സ്ട്രോങ് ആയിട്ടുള്ളത് ഒരിടത്തും കൊടുക്കില്ല. ബാക്കി ഒരു രാഷ്ട്രീയ പാർട്ടികളും ജയിക്കാത്ത, അതായത് DMK ഒഴിച്ച് DMK സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ജയിക്കാൻ പറ്റാത്ത കുറെ സീറ്റുകളുണ്ട്. അത് മുഴുവൻ BJPക്ക് കൊടുത്തു. ഈവൻ BJPയേക്കായും കൂടി ചെറിയ പാർട്ടികളായ തമിഴ് മനില കോൺഗ്രസ്, അതുപോലെ തന്നെ പുതിയ തമിഴകം, ഇങ്ങനെയൊക്കെയുള്ള പാർട്ടി, ഈവൻ എന്താ പറയുന്നത്, നമ്മുടെ DMK വിട്ടുപോയി പുതിയ പാർട്ടി രൂപീകരിച്ച അമ്മ മക്കൾ മുന്നേറ്റ കഴകം, TTV ദിനകരൻ്റെ പാർട്ടി, അവർക്ക് വരെ കമ്പാരിറ്റീവ്ലി ശക്തിയുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസിലാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതേസമയം BJPക്ക് കൊടുത്തിരിക്കുന്ന മുഴുവനും തുലവും ദുർബലമായ, BJPക്ക് ഒരിക്കലും ജയിച്ചു വരാൻ പറ്റാത്ത സീറ്റുകളാണ്. അണ്ണാമലയ്ക്കും അതേപോലത്തെ ഒരു സീറ്റാണ് ഓഫർ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഞാൻ മത്സരിക്കണില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാമ്പയിൻ ചെയ്യാം എന്നെ കൊണ്ടാകാവുന്ന തരത്തിൽ, പക്ഷേ എനിക്ക് സീറ്റ് വേണ്ട, ഞാൻ മത്സരിക്കണില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ചെയ്തത് വളരെ കഷ്ടമായി പോയി. കാരണം ഈ സീറ്റ് അലോക്കേഷൻ ചർച്ച നടക്കുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും പങ്കെടുക്കേണ്ടിയിരുന്ന വ്യക്തി അണ്ണാമലയായിരുന്നു. നയനാർ നാഗേന്ദ്രൻ പാർട്ടി പ്രസിഡന്റ് ആണ് എന്നുള്ള രീതിയിലാണെങ്കിൽ കൂടി പ്രാമുഖ്യം നൽകേണ്ടിയിരുന്നത് അണ്ണാമലയ്ക്കായിരുന്നു. അണ്ണാമലയ്ക്കാണ്. അപ്പൊ അത് അത് ചെയ്യാതെ അദ്ദേഹത്തിന് ഒതുക്കി നിർത്തിയിട്ട് ഏറ്റവും അവസാനം എന്തോ ഈ മറ്റേ ബിസ്ക്കറ്റിന്റെ കഷ്ണം നായ്ക്ക് കൊടുത്തിട്ട് ബാക്കി വരുന്ന മനുഷ്യനായിട്ട് എറിഞ്ഞു കൊടുക്കണമല്ലേ DMK ചെയ്തു, അത് ADMKയും ചെയ്തു. അത് BJPയിൽ അണ്ണാമലയുടെ ഫോളോവേഴ്സിനെ കണ്ടുവാനും ഷോക്ക്ഡായി ആക്കിയിട്ടുണ്ട്, ഞെട്ടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനോട് കാണിക്കുന്ന ട്രീറ്റ്മെൻറ്റ്. അതിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കറിയാം എന്തുമാത്രം ഇൻറ്റൻസിറ്റി ഉണ്ടാ അതിന്. പക്ഷേ അതിനിടയ്ക്ക് വേറൊരു ഘടകമുള്ളത് TTV, എന്താ TVK എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയില്ല, സിനിമ, ജോസഫ് വിജയൻ്റെ. അത് എത്രമാത്രം, അത് പക്ഷേ പൊതുവെ പറയുന്നത് ക്രിസ്ത്യൻസും, പിന്നെ ക്രിസ്ത്യൻസിൻ്റെ പാർട്ടിയാണല്ലോ. ജോസഫ് വിജയ് ഒരു ക്രിസ്ത്യനാണ്, അയാളുടെ അച്ഛൻ ഒരു ഇവാഞ്ചലിസ്റ്റാണ്, ചന്ദ്രശേഖർ പറയണം. അപ്പോൾ അവർ ചർച്ചിൽ ഒരു നല്ലൊരു ശതമാനം പേര് വോട്ട് ചെയ്യും അവർക്ക്.
അങ്ങനെ വരുമ്പോൾ AIADMK മുന്നണിക്ക് കാര്യമായിട്ടൊന്നും ഒരു ഇത് കിട്ടില്ല എന്നൊക്കെ ഇപ്പൊ ആൾക്കാർ ഒരുപക്ഷെ ഈ പറയുന്നുണ്ട്. പുതിയ മുന്നണിയുടെ വരവ് അല്ലെങ്കിൽ പുതിയ പാർട്ടിയുടെ മുന്നണിയുടെ പാർട്ടിയുടെ TVKയുടെ വരവും ഒക്കെ കൂടെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു നിലനിൽപ്പിന് ആവശ്യം ഇങ്ങനെയൊരു തീരുമാനമാണെന്ന് മനസ്സിലാക്കിയിട്ടാണോ, അങ്ങനെ തോന്നിയിട്ടാണോ ഇങ്ങനെ ഈ പറയുന്ന NDA മുന്നണി ഇങ്ങനെ ഒരു തീരുമാനം അണ്ണാമലയുടെ ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കാതെയുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും? ഇല്ല, അതില് കാര്യമില്ല. കാരണം ഈ വിജയുടെ പാർട്ടിക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അയാൾക്ക് കൂടി വന്നാൽ 3-4% വോട്ടേ കിട്ടുള്ളൂ. അയാളെക്കാളും കൂടുതൽ പോപ്പുലാരിറ്റി ഉണ്ടായിരുന്ന ആൾ, നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, വിജയകാന്ത്. അയാൾക്ക് കൂടി 6% കൂടുതൽ വോട്ട് കിട്ടിയില്ല. അയാൾ ഒറ്റയ്ക്ക് പാർട്ടി ഉണ്ടാക്കി മത്സരിച്ചു. ഈ ആൾക്കൂട്ടം, കരൂരിലെ ആൾക്കൂട്ടം ഉണ്ടായി കുറെ 40 പേര് മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് മുഴുവൻ കൊച്ചുകുട്ടികൾ തൊട്ട് വനിതകൾ, പ്രായമായ സ്ത്രീകളുമാണ് മത്സരിച്ചത്. അവരാണ് ഇയാളുടെ പ്രധാന ആരാധകര്. അവരൊന്നും ഇത് വോട്ട് ചെയ്തോളണമെന്നില്ല. അതെ, ജനക്കൂട്ടം ഒരിക്കലും വോട്ടായി മാറണമെന്നില്ല. അങ്ങനെയാണ് രാഹുൽ ഗാന്ധി പണ്ടേ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവേണ്ടതായിരുന്നല്ലോ, അല്ലേ? ഇപ്പൊ എത്രയോ വട്ടമായി നമ്മൾ കാണുന്നു, ആൾക്കൂട്ടം, ഭയങ്കര ആൾക്കൂട്ടമല്ലേ. പക്ഷെ എന്താ ചെയ്യുക, വോട്ട് ഈ വരണവർ മുഴുവനും പോയിട്ട് ഒരു കോൺഗ്രസ്, ഇയാൾ ഓരോ പ്രസംഗം കഴിയുമ്പോഴേ വന്നിരിക്കുന്ന ആൾക്ക് ജീവിതത്തിൽ ഒരിക്കലും അവർ കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. തമിഴ്നാട്ടിൽ സീമാൻ എന്ന് പറഞ്ഞ ഒരു നേതാവുണ്ട്. അയാളുടെ ഒരു പാർട്ടി, അയാളുടെ പാർട്ടിയും നാം തമിഴർ എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുണ്ട്. അവര് മത്സരിക്കുന്നുണ്ട്. അവര് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ അവരും ഇതെല്ലാം കൂടി വരുമ്പോൾ വോട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്. അതിൽ കുറവല്ല, നല്ല സാധ്യതകളുണ്ട് വോട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് പോകാനായിട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഈ പൊട്ടുഭാഗ്യത്തിന് AIADMK മുന്നണി ജയിച്ചാലും മതി. പക്ഷെ BJPയിലുള്ള യുവ പ്രവർത്തകര് അവരാഗ്രഹിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ AIADMK മുന്നണി പൊട്ടണം എന്നാണ്. കാരണം എന്നാലെങ്കിലും BJPയുടെ കേന്ദ്ര നേതൃത്വം ഇത് മനസ്സിലാക്കും. കാരണം ഇപ്പോ DMKയിൽ പോയിട്ടുള്ള മുൻ മുഖ്യമന്ത്രിയുണ്ട് AIADMKയിൽ, എന്താണ്, പന്നീർശെൽവം. ഈ പന്നീർശെൽവത്തിനെ ഒരു കാലത്ത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് BJPയുടെ കേന്ദ്ര നേതൃത്വമാണ്. അയാൾ BJPയുടെ ഒരു ഒബീഡിയൻറ്റ് സെർവൻ്റ് ആയിരുന്നു. അയാളെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത രീതിയിലേക്ക് തള്ളിവിട്ടു BJP നേതൃത്വം, കേന്ദ്ര നേതൃത്വം. അയാളെ ഹെൽപ്പ് ചെയ്തില്ല. അയാളെ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ അയാൾ ഇവിടെ നിന്നേനെ. പക്ഷെ എടപ്പാടി പഴനിസ്വാമിക്ക് പന്നീർശെൽവത്തിന് ഇഷ്ടമല്ല. ഈ പന്നീർശെൽവം മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് എടപ്പാടി പഴനിസ്വാമിയും പിന്നെ എന്താണ് ശശികലയും ഇവരെല്ലാവരും കൂടി ചേർന്ന് പന്നീർശെൽവത്തിനെ കൊണ്ട് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി രാജിക്കത്ത് എഴുതി മേടിക്കുക ചെയ്ത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം കേന്ദ്ര നേതൃത്വം ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ മറന്നു പോകുക എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. പന്നീർശെൽവത്തിനെ DMKയിലേക്കും പറഞ്ഞു വിട്ടു. എടപ്പാടി പഴനിസ്വാമിക്ക് അണ്ണാമലയെ ഇഷ്ടമല്ല, BJPനെ ഇഷ്ടമല്ല. അപ്പൊ ഇത് എത്രമാത്രം കൊഹേഷനോടുകൂടി, എത്രമാത്രം യൂണിറ്റിയോടുകൂടി ഈ മുന്നണിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ളത് ദൈവത്തിനറിയാം. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ കാത്തിരിക്കേണ്ടി വരും.